നമ്മളെല്ലാവരുടെയും ചിന്തയിൽ രണ്ട് തരം ചിന്ത നമ്മളെപ്പോഴും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ചിന്തകളും ദുശ്ചിന്തകളും. ഒന്നുകൂടി ഒരു ആത്മീയ ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു പൈശാചിക ചിന്ത എന്നും മറുവശത്ത് ദൈവിക ചിന്ത എന്നും നമ്മൾ പറയാറുണ്ട്. ഒരു ശാസ്ത്രീയമായ രീതിയിൽ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ലോവർ സെൽഫ് എന്നും ഹയർ സെൽഫ് എന്നൊക്കെ പറയും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചിന്തകൾ എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നമ്മളിങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്കൊന്ന് ഉദാഹരണ സഹിതം മനസ്സിലാവണമെങ്കിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെടുന്നനെ ഒരു പൂച്ച ചത്തത് കാണുന്നു. സ്വാഭാവികമായി നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഏത് സെൽഫാണ് അല്ലെങ്കിൽ ഏത് ചിന്തയാണ് അവിടെ സ്വാധീനിക്കുന്നത്. നമ്മളവിടെ ചിന്തിക്കുന്നു ഇന്നത്തെ ദിവസം പോക്കാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ദുശ്ശകുനമാണല്ലോ, എന്തോ ഒരു അപകടമുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ടും നിങ്ങളുടെ ചിന്ത സ്വാധീനിച്ചിട്ടുള്ളത് ആ ലോവർ സെൽഫാണ്. അതല്ല ഒരു ഹയർ സെൽഫ് ചിന്തയാണ് വന്നതെങ്കിൽ ഒരു പാവം എന്താണെന്നറിയില്ല, അതിനെ നമ്മൾ എടുത്തു മാറ്റുന്നു, അല്ലെങ്കിൽ കുഴിച്ചിടാൻ പറ്റുന്നതിന് കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെടുത്ത് മാറ്റുന്നു. നമ്മുടെ യാത്ര യാതൊരുവിധ നമ്മുടെ മൈൻഡിൻ്റെ സെറ്റിങ്ങിനെ അലവസരപ്പെടുത്തുന്നില്ല എന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഫ്രീ ആയി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതേപോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നേരിടുന്ന, കാണുന്ന, അനുഭവിക്കുന്ന ഓരോ വിഷയത്തെയും നമ്മൾ ഏത് സെൻസിലാണ് നോക്കുന്നതിനനുസരിച്ചാണ് ഇന്നത് നടക്കില്ല, ഇതൊന്നും ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊന്നും ഇപ്പോൾ എന്നെ കൊണ്ടാവില്ല, മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യാം, പക്ഷേ പറയാനൊക്കെ എളുപ്പമാണ്, നടപ്പാക്കാനൊക്കെ കഴിയില്ല. ക്ലാസ് എടുക്കാനൊക്കെ പലരും ഉഷാറാണ്, പക്ഷേ അതൊന്നും ആ പറയുന്ന ആൾക്കാർ പോലും നടപ്പാക്കില്ല. എന്നാൽ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നടപ്പാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം പോലും ഞാൻ ക്ലാസ് എടുക്കാറുമില്ല, മറ്റുള്ളവരോട് ഞാൻ സജസ്റ്റ് ചെയ്യാറുമില്ല, അഭിപ്രായപ്പെടാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ചിന്തകൾ മാറി വരുമ്പോൾ ഏത് ചിന്തയാണ് നമ്മളെ കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കാര്യങ്ങളെ ഒരു പോസിറ്റീവ് ആംഗിളിലൂടെയാണ് എല്ലാം നോക്കിക്കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളിലുള്ള ഹയർ സെൽഫ്, നിങ്ങളിലുള്ള ദൈവിക ചിന്തയാണ് കൂടുതൽ ഉദ്ദീപിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിന് ഒരു നിർണ്ണയം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, നിൻ്റെ ജീവിതത്തിൽ കൂടുതലും നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് എനർജികളും എല്ലാത്തിൽ നിന്നും ഒരു പിന്തിരിപ്പൻ സ്വഭാവവും ഒരു മുരടിപ്പ് സ്വഭാവമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളിൽ കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈശാചിക ചിന്തയും ലോവർ സെൽഫ് റേഞ്ചിലാണ്. അതിൽ നിന്ന് തന്നെ ബേസിക്കലി നിങ്ങളുടെ ലൈഫ് എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും.